ഹലോ ഫ്രണ്ട്സ്, നമ്മൾ സിനിമകളിലൊക്കെ പലപ്പോഴും കണ്ടിട്ടുള്ള ഒരു ജീവിതമാണ്. ഗൾഫിലേക്ക് ഒരാൾ ജോലിക്ക് പോകുന്നു, അവിടെ ജോലി കിട്ടിയതിന് ശേഷം അദ്ദേഹം പൈസ നാട്ടിലേക്ക് അയച്ചു കൊടുക്കുന്നു. ഒന്നുകിൽ ഭാര്യയ്ക്കായിരിക്കും, അല്ലെങ്കിൽ അച്ഛനും അമ്മയ്ക്കും ആയിരിക്കും. അവരോട് വസ്തു വാങ്ങാൻ പറയുന്നു, അല്ലെങ്കിൽ വീട് വെക്കാൻ പറയുന്നു. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഗൾഫിൽ നിന്ന് കഷ്ടപ്പെട്ടുകൊണ്ട് പൈസ അയച്ചു കൊടുക്കും. ഒരു സമയത്ത് നാട്ടിലേക്ക് വരുമ്പോൾ പുള്ളി ആശിച്ചനുസരിച്ച് ഭൂമി വാങ്ങുന്നില്ല, അല്ലെങ്കിൽ അവർ ഉദ്ദേശിച്ച രീതിയിലൊരു വീട് വെക്കുന്നില്ല. ഈ പൈസ എല്ലാം മറിച്ച് തിരിച്ച് വേറെ ആർക്കെങ്കിലും കൊടുത്ത് അങ്ങനെ വന്നിട്ടുള്ള ധാരാളം കേസുകൾ നമ്മൾ സിനിമകളിലൂടെ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഈ ഇടയ്ക്ക് ഒരു UK വന്നിട്ടുള്ള ഒരു മലയാളി എന്നോട് പറഞ്ഞ് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ വന്നിട്ടുള്ള ഒരു കാര്യമാണ്. അതായത് അദ്ദേഹം ഇവിടെ എത്തുന്നത് തന്നെ ഒരു 18-20 വർഷങ്ങൾക്ക് മുൻപാണ്. അപ്പോൾ ആ സമയത്ത് കുറച്ച് ടഫായിരുന്നു. ഇവിടെ വന്ന് എന്തായാലും അദ്ദേഹത്തിൻ്റെ ഭാര്യ നേഴ്സായിരുന്നു. ഇവിടെ വന്ന് അഡാപ്റ്റേഷനൊക്കെ കഴിഞ്ഞ് പുള്ളിക്ക് നേഴ്സായിട്ട് ജോലി കിട്ടി. അങ്ങനെ വലിയ കുഴപ്പമില്ലാതൊക്കെ ജീവിച്ചു പോകുമായിരുന്നു. എന്നിട്ട് ഇവിടെ വന്നതിന് ശേഷം ഇദ്ദേഹത്തിന് ഇപ്പോഴും 3 കുട്ടികളുണ്ട്. അതൊക്കെ വലുതായി. ആ ഒരു സമയത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാട്ടിൽ ഇദ്ദേഹത്തിന് വലിയ സാമ്പത്തികമായിട്ടൊക്കെ പിന്നോക്കം നിൽക്കുന്ന ഒരാളായിരുന്നു. അപ്പോൾ വന്നതിന് ശേഷം വീടൊക്കെ വെക്കണമല്ലോ, അങ്ങനെ നാട്ടിൽ വീടൊക്കെ വെച്ചു. അത് കഴിഞ്ഞപ്പോഴേക്കും നമുക്കറിയാമല്ലോ, നാട്ടിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു സമയത്ത് വസ്തുവിനൊക്കെ വില കുറവായിരുന്നു. അപ്പോൾ പുള്ളിക്കാരൻ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കുറച്ച് വസ്തുവൊക്കെ മേടിച്ചു. അപ്പോൾ നാട്ടിലെന്ന് പറഞ്ഞാൽ അനിയന് 2 പെങ്ങന്മാർ, അച്ഛൻ, അമ്മ, ഇത്രയും അടങ്ങുന്ന ഒരു കുടുംബത്തിലെ മൂത്ത ആളായിരുന്നു. ഉത്തരവാദിത്തങ്ങൾ ധാരാളമായിരുന്നു. അപ്പോൾ അതിനനുസരിച്ച് പുള്ളി ഇവിടെ വന്നതിന് ശേഷം ജോലിയൊക്കെ ചെയ്ത് ഇത്രയും കാര്യങ്ങൾ നല്ല രീതിയിൽ വീടുണ്ടാക്കി. അതേപോലെ തന്നെ കുറേ വസ്തുവകകളൊക്കെ വാങ്ങിച്ചു. അതിന് ശേഷം അത് ഒരു 10-12 വർഷങ്ങൾക്ക് മുമ്പാണ് പുള്ളി ഒരു വീടൂടെ മേടിച്ചത്. 2 വീടും കുറേ വസ്തുവകകളൊക്കെ മേടിച്ചു. അപ്പോൾ ഈ വീടും വസ്തുവകളൊക്കെ മേടിച്ചപ്പോൾ അച്ഛനും അമ്മയൊക്കെ ഉണ്ടായിട്ട് തന്നെ അവരുടെയൊക്കെ പേരിലാണ് വാങ്ങിയത്. കുറച്ച് വസ്തു അനിയൻ്റെ പേരിൽ വാങ്ങി. കുറച്ച് വസ്തുവകകൾ മാത്രമാണ് ആദ്യത്തെ ഒരു ചെറിയ വീടുമാണ് ഈ പുള്ളിക്കാരൻ്റെ പേരുള്ള. കാരണം അതിനുശേഷം പുള്ളിക്കാരൻ ഇവിടെ വന്നു. ഇവിടെ അതിനുശേഷം PR ആയി. ഇതിന് ശേഷം സിറ്റിസൺഷിപ്പ് നമുക്കറിയാം. UK എത്തിക്കഴിഞ്ഞാൽ നമ്മളെല്ലാവരും ചെയ്യുന്ന ഒരു കാര്യം, നമ്മുടെ ഏറ്റവും വലിയ പ്രശ്നം വെച്ചാൽ PR കിട്ടുക എന്നുള്ളതാണ്. ആ PR കിട്ടിക്കഴിയുമ്പോൾ ആ ഒരു സമയത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സിറ്റിസൺഷിപ്പോ അല്ലെങ്കിൽ PR ഒക്കെ എന്ന് പറഞ്ഞാൽ 5 വർഷം കഴിയുമ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് കിട്ടും. അത് കഴിഞ്ഞ് 1 വർഷം കൂടി കഴിയുമ്പോൾ നമുക്ക് സിറ്റിസൺഷിപ്പ് കിട്ടും. അപ്പോൾ എല്ലാവരും ആ ഒരു സമയത്ത് അങ്ങനെ വന്നവരും മിക്കവാറും ആൾക്കാർ സിറ്റിസൺഷിപ്പ് ഒക്കെ എടുത്തു. അപ്പോൾ സിറ്റിസൺഷിപ്പ് ഒക്കെ എടുത്തു കഴിഞ്ഞാലുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ നാട്ടിൽ ചെന്ന് കുറച്ച് വസ്തു മേടിക്കാനോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഇതേപോലെയുള്ള ഡീലിങ്സ് നടത്താനായിട്ട് വലിയ പാടായിരിക്കും. കാരണം നമ്മൾ ഇന്ത്യൻ സിറ്റിസൺഷിപ്പ് നമ്മൾ സറണ്ടർ ചെയ്യുമ്പോൾ അതിന് ശേഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആധാർ കാർഡ് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ, നാട്ടിലെ ഡോക്യുമെൻറ്റ്സ് ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടാണ്. അതെല്ലാവർക്കും ഉള്ളൊരു പ്രശ്നമാണ്. ഇപ്പോൾ എനിക്കൊന്ന് UK ഒരു 10-15 വർഷങ്ങളായിട്ടൊക്കെ നിൽക്കുന്ന ആൾക്കാരെ സംബന്ധിച്ചോളം ഇതെല്ലാം അവർക്കും പറ്റുന്ന കാര്യമാണ്. കാരണം ഇവർക്ക് ആർക്കും നാട്ടിലെ ഒരു ഡോക്യുമെൻറ്റ്സും ഈ പറയുന്ന ആധാർ കാർഡോ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ഒരു ഡോക്യുമെൻറ്റ്സും ഉണ്ടായിരിക്കില്ല. അപ്പോൾ നമുക്കെന്ന് പറഞ്ഞാൽ നാട്ടിലിപ്പോൾ കുറച്ച് വസ്തു ഉണ്ടെങ്കിൽ തന്നെ തിരിച്ച് വിൽക്കാനൊക്കെ ഇനിയിപ്പോൾ അത് വിൽക്കാൻ പോകുന്ന സമയത്തായിരിക്കും ഓരോരുത്തരും എക്സ്പീരിയൻസ് ചെയ്യാനായിട്ട് പോകുന്നത്. അവർക്ക് വിൽക്കാൻ പറ്റുമോ അല്ലെങ്കിൽ എന്തൊക്കെ പ്രശ്നങ്ങളാണ് ഉണ്ടാകുന്നത്. അപ്പോൾ പലപ്പോഴും ഇപ്പോൾ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ നാട്ടിൽ പോയി വസ്തുവൊക്കെ മേടിക്കാനായിട്ട് ഭയങ്കര നമ്മളായിപ്പോൾ മേടിക്കാത്തതുകൊണ്ട് നമുക്കൊന്നും നമ്മളെ ബാധിക്കുന്നില്ല. പക്ഷേങ്കിൽ ഈ പുള്ളിക്കാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെയ്ത കാര്യം എന്ന് പറഞ്ഞാൽ കുറച്ച് വസ്തുക്കളൊക്കെ മേടിച്ചു. കാരണം തൻ്റെ സഹോദരങ്ങളാണ്, പെങ്ങന്മാരാണ്, അച്ഛനും അമ്മയാണ്, ഇവരുടെ പേരിലൊക്കെയാണ് കുറേയൊക്കെ വാങ്ങിയത്. ഇപ്പോൾ 2 പെങ്ങന്മാരെ ഇതിനോടിടയ്ക്ക് കല്യാണം കഴിച്ച് വിട്ടു. അനിയന് ജോലിയായി, എല്ലാവരും സെറ്റിലായി. ഇപ്പോൾ ഒരു ലാസ്റ്റ് 10 വർഷത്തെ കാര്യം, ആദ്യം ഒരു 10 വർഷം എന്ന് പറഞ്ഞാൽ കുഴപ്പമൊന്നുമില്ല. നാട്ടിൽ പോയി കഴിഞ്ഞാൽ നല്ല രീതിയിൽ പോയിട്ട് എല്ലാവരെയും കണ്ട് ആവശ്യത്തിന് എല്ലാവർക്കും എല്ലാം മേടിച്ച് കൊടുത്ത് ഇഷ്ടം പോലെ എല്ലാം മേടിച്ച് കൊടുത്തൊക്കെ വരും. അപ്പോൾ അതിനുശേഷം ഈ പെങ്ങന്മാരുടെ കല്യാണമൊക്കെ കഴിഞ്ഞു, അനിയനും ഇപ്പോൾ കല്യാണമൊക്കെ കഴിഞ്ഞു. അപ്പോൾ എല്ലാവരും സെറ്റിലായി കഴിഞ്ഞപ്പോഴത്തേക്കും ഈ പുള്ളിക്കാരൻ, ഇപ്പോൾ UK പുള്ളിക്കാരനെയും പുള്ളിക്കാരൻ്റെ ഭാര്യയും കുട്ടികളെയും ഇവർക്ക് ആർക്കും തന്നെ ഇഷ്ടമില്ല. കാരണം ആദ്യ സമയത്ത് കൊടുത്ത രീതിയിൽ, അല്ലെങ്കിൽ വിവാഹത്തിന് പെങ്ങന്മാർക്ക് കൊടുത്തു, അനിയൻ്റെ ജോലിക്ക് എല്ലാത്തിനും കൊടുത്തു. അപ്പോൾ അതിനുശേഷം ഈ ഒരു പൈസ കൊടുക്കുന്നത് ഒന്ന് കുറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ഇവരുടെ എല്ലാവരുടെയും സ്നേഹം തീർന്നു എന്നാണ് പറയുന്നത്. കാരണം നമുക്കറിയാമല്ലോ, നമ്മൾ ഒരേ സമയത്ത് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ നാട്ടിൽ ചെന്ന് ഒരാൾക്ക്, നമ്മൾ അറിയാത്ത ഒരാൾക്ക് പോലും നമ്മളൊരു 500 രൂപ കൊടുത്ത് ഞാൻ മേടിക്കാറില്ല. കാരണം അവർ കുറഞ്ഞതൊരു 5000 രൂപയെങ്കിലും നമ്മൾ കണ്ടിട്ട് പോലും ഇല്ലായിരിക്കും. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങളാണ് ഇപ്പോൾ നടക്കുന്നത്. അപ്പോൾ സ്വന്തം ബന്ധുക്കൾക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു 5000 രൂപ കൊടുക്കും, അവർ 5 ലക്ഷം രൂപയായിരിക്കും വിചാരിക്കുന്നത്. പക്ഷേ നമ്മൾ 5000 തന്നെ നമ്മൾ വലിയ ബുദ്ധിമുട്ടിയാണ് കൊടുക്കുന്നത്. നമുക്കറിയാം നമുക്ക് ഇത്രമാത്രമാണ് കിട്ടുന്നത്. ഇല്ലെങ്കിൽ നാട്ടിൽ പോയിട്ട് ഒരു ഹോളിഡേയ്സ് കഴിഞ്ഞ് തിരിച്ചു വരുമ്പോഴേ ഇത്ര ലക്ഷം രൂപയാണ് ചിലവാകുന്നത്. അപ്പോൾ നമ്മുടെ സ്വന്തക്കാർക്ക്, അല്ലെങ്കിൽ നമ്മളുടെ തന്നെ അച്ഛന്, അമ്മ, അല്ലെ പെങ്ങന്മാർ, അല്ലെങ്കിൽ ചേട്ടന്മാർ, അനിയന്മാർ, ഇങ്ങനെയുള്ള ആൾക്കാർ
നമ്മളിൽ നിന്നും വലിയ ഒരു തുകയാണ്. കാരണം നമ്മൾ UK-ലാണല്ലോ. അപ്പോൾ UK എന്ന് പറഞ്ഞാൽ നമുക്ക് കോടികളുടെ വരുമാനമാണ്. നമുക്ക് ഓരോ മാസവും കിട്ടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ 25-50 ലക്ഷമാണ്. കാരണം നാട്ടിലൊക്കെ അങ്ങനെയാണ് എല്ലാവരും പറയുന്നത്. ഇവിടെ വന്നു കഴിഞ്ഞാൽ ഒരു നേഴ്സായി കഴിഞ്ഞാൽ 25 ലക്ഷം രൂപ മാസം, പിന്നെ ബാക്കിയുള്ള ഒരാളോട് ജോലി ചെയ്യുന്നുണ്ട്, അവർക്കൊരു 15 ലക്ഷം, അങ്ങനെ ലക്ഷങ്ങളുടെ കണക്കുകളാണ് എല്ലാവരും പറഞ്ഞത്. അപ്പോൾ ഈ വീട്ടുകാർക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെക്കുറിച്ച് ഭയങ്കര പ്രതീക്ഷയാണ്. കാരണം എല്ലാ മാസവും ഒരു 5 ലക്ഷം 10 ലക്ഷം രൂപ അയച്ചു തരും. അപ്പം ഒരു 2 വർഷം കൂടുമ്പോൾ ഓരോ വീടുകൾ വെക്കും. അപ്പം ഇങ്ങനെയൊക്കെയുള്ള പ്രതീക്ഷകൾ ഒരു ആദ്യത്തെ 10 വർഷം കഴിഞ്ഞപ്പോഴേക്കും കുറഞ്ഞു തുടങ്ങി. അതിന് ശേഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെങ്ങന്മാരുടെ കല്യാണത്തിനും അതിനും ഇതിനുള്ള പൈസയൊക്കെ ആയി കഴിഞ്ഞപ്പോൾ അവരുടെ വിവാഹമൊക്കെ കഴിച്ച് അവരെയൊക്കെ വിട്ടു. അപ്പോൾ അത് കഴിഞ്ഞപ്പോഴേക്കും അവരുടെ ജീവിതമായി. പിന്നെ അവരുടെ മൂത്താങ്ങള അങ്ങനത്തുള്ള കാര്യങ്ങളൊന്നും അവർക്കില്ല. പിന്നെ അവരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരാരും പറയുന്ന കാര്യങ്ങളൊന്നും ഇപ്പോൾ അവർ കേൾക്കാറേ ഇല്ല. കാരണം ഈ പുള്ളിക്കാരൻ നേരെ ചൊവ്വ നടക്കുന്ന ഒരാളായതുകൊണ്ട് തന്നെ എന്തെങ്കിലും കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ അവരാരും അത് അനുസരിക്കത്തേ ഇല്ല. അപ്പോൾ അനിയനെന്ന് പറഞ്ഞ ആൾക്ക് ജോലിയൊക്കെ ആയി, എന്നാൽ പുള്ളിയുടെ ഫാമിലിയായി, അങ്ങനെ അവർ പോയി. അപ്പോൾ ഇത് കഴിഞ്ഞപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാലുള്ള പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാട്ടിൽ പോലും ഇവർക്ക് പോകാൻ പറ്റാത്ത ഒരവസ്ഥയാണ്. കാരണം സ്വന്തമായിട്ട് ഒരു വീടുണ്ട്, നല്ലൊരു വീട് വെച്ചേക്കെന്ന് പറഞ്ഞാൽ അച്ഛനും അമ്മയുടെ പേരിലാണ് വെച്ചേക്കുന്നത്, അവളോട്ട് അവർ കയറ്റത്തില്ല. അപ്പോൾ ഇപ്പം ഒരു നാട്ടിൽ നിന്ന് പോയിട്ട് ഒരു ഹോളിഡേയ്സിന് പോകണമെന്നുണ്ടെങ്കിൽ അവിടെ പോയിട്ട് ഒറ്റയ്ക്ക് പോയി നിന്നിട്ട് തിരിച്ചു വരേണ്ട ഒരു അവസ്ഥയാണ്. കാരണം ഈ ഒരു അച്ഛനും അമ്മയും ഉണ്ട്, അവിടെ പോയിട്ട് ഇവർക്കൊന്ന് സ്വന്തം വീട്, പുള്ളി ലക്ഷങ്ങൾ കൊടുത്തിട്ട് പണിത പുള്ളിയുടെ വീടാണ്. പക്ഷെങ്കിൽ ഈ അച്ഛൻ്റെയും അമ്മയുടെയും പേരിലാണ് ഒരു വസ്തു ഉള്ളതും ഒരു വീടുള്ളതും. കാരണം ഒരു സമയത്ത് ഈ പുള്ളിക്കാരൻ ഇത്രയും പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പം അച്ഛനും അമ്മയല്ലേ, അപ്പോൾ അവർ ചതിക്കത്തില്ല, അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും ഇല്ല. നമ്മുടെ അച്ഛനും അമ്മയല്ലേ. അപ്പോൾ നമ്മളന്നേരം ഇപ്പോൾ അവരുടെ പേരിൽ എഴുതിയാലും നമ്മുടെ പേരിൽ എഴുതിയാലും ഒന്ന് തന്നെ അല്ലേ എന്നൊക്കെ പറയുകൊണ്ടാണ് അവർ നമ്മളെക്കൂടെ എഴുതിപ്പിക്കുന്നത്. കാരണം നമ്മളിവിടെ ഇരുന്നുകൊണ്ടായിരിക്കും ചിലപ്പോൾ ഇതൊക്കെ എഴുതുന്നത്. അപ്പോൾ നമ്മൾ ഒരു സമയത്ത് നമ്മൾ നാട്ടിൽ ചെല്ലണം. നാട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ പിന്നെ കുറേ മൂലാമാലകളുണ്ട്. അപ്പോൾ ഒരു സമയത്ത് ചിലപ്പോൾ നമ്മൾ 2 ആഴ്ചത്തെ അവധിക്കായിരിക്കും, ഈ 2 ആഴ്ചക്കുള്ളിൽ തീരത്തില്ല. അപ്പോൾ അങ്ങനെ കുറേ പ്രശ്നങ്ങൾ വരുന്നത് അപ്പോൾ എല്ലാവർക്കും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ഇതൊക്കെ വന്നു കഴിഞ്ഞപ്പം ഇവിടുന്ന് പൈസ അയച്ചു കൊടുത്തു, അവരുടെ പേരിൽ വാങ്ങിക്കഴിഞ്ഞപ്പോൾ എല്ലാം ഈസി, കുഴപ്പമൊന്നുമില്ല, എല്ലാ കാര്യങ്ങളും നടന്ന് വീടും വെച്ച് കഴിഞ്ഞപ്പോൾ ഇതിപ്പോൾ അവരുടെ പ്രോപ്പർട്ടിയാണ്. ഇദ്ദേഹത്തിൻ്റെ ഭാര്യയും വീട്ടുകാർക്ക് കണ്ടുകൂടാ, അവരുമായിട്ടും പ്രശ്നമാണ്. അപ്പോൾ ഇവർ തമ്മിൽ ഇപ്പോഴ് വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇപ്പോൾ പുള്ളിക്കാരനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ കയ്യിലുള്ള ഇദ്ദേഹം മുടക്കി മേടിച്ച പൈസയുടെ ഒരു വസ്തുക്കൾ തിരിച്ചെടുക്കാനോ അല്ലെങ്കിൽ ഒരു വീട്ടിലോട്ട് ചെല്ലാനോ ഒന്നും തന്നെ സാധിക്കാത്ത ഒരു കാര്യമാണ്. കാരണം ഇങ്ങനെ വന്ന് ലക്ഷങ്ങളുടെ ചെലവുകൾ ഉണ്ട്, ലക്ഷങ്ങൾ മുടക്കിയിട്ടുണ്ട്. സ്വന്തം സഹോദരങ്ങൾക്കാണ് കൊടുത്തേക്കുന്നത്, അല്ലെങ്കിൽ സ്വന്തം അച്ഛനും അമ്മയ്ക്കുമാണ് കൊടുത്തേക്കുന്നത്. പക്ഷെങ്കിൽ ഇവരാരും ഉള്ള വസ്തുക്കൾ തിരിച്ചു കൊടുക്കും. ഇപ്പം അച്ഛൻ്റെ അമ്മയുടെ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തൻ്റെ 2 പെൺമക്കളുണ്ട്, ആ സ്വത്തുക്കൾ വകകൾ മുഴുവനും അവർക്ക് കൊടുക്കുക എന്നുള്ളതാണ് അവരുടെ ഒരാഗ്രഹം. കാരണം ഈ പുള്ളിക്കാരൻ ഇവിടെ വന്നിട്ട് കുറേ നാൾ ഗൾഫിലായിരുന്നു പുള്ളി നേരത്തെ, അതിനുശേഷം ഇവിടെ വന്ന് കഷ്ടപ്പെട്ട് പുള്ളിക്കാരൻ വാങ്ങിയതാണ്. പക്ഷേ ഇതൊന്നും തന്നെ ഇവർക്ക് തിരിച്ച് കിട്ടാത്ത ഒരു അവസ്ഥയാണ്. നാട്ടിലോട്ട് ചെല്ലാനായിട്ട് പറ്റത്തില്ല. നാട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ എല്ലാ പ്രാവശ്യവും ഹോളിഡേയ്സിന് പോകും, അവിടെ ചെല്ലും, കുടുംബ പ്രശ്നമാവും, വഴക്കാവും, അടിയാവും, കേസാവും, അതൊക്കെ കഴിഞ്ഞാണ് തിരിച്ചു വരുന്നത്. അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ ഈ പുള്ളിക്കാരൻ കഴിഞ്ഞ ഒരു 4 വർഷമായിട്ട് നാട്ടിലോട്ട് പോയിട്ടേ ഇല്ല. ഇനിയിപ്പോൾ ഈ പുള്ളിക്കാരൻ പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളിക്കാരൻ്റെ കുറച്ച് സ്വർണവും കാര്യങ്ങളുമൊക്കെ ഉണ്ട്, അതെല്ലാം ബാങ്കിലിരിക്കുകയാണ്, അതെല്ലാം അച്ഛൻ്റെ പേരിലാണ് കൊണ്ടുവച്ചേക്കുന്നത്. അപ്പോൾ ഈ പുള്ളി പറയുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ഇതൊന്നും കിട്ടാനായിട്ട് പോകുന്നില്ല. കാരണം ഇതൊക്കെ കിട്ടണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഞാൻ അതുപോലുള്ള കേസുകളും വഴക്കുകളൊക്കെ ആയിട്ട് എൻ്റെ സ്വന്തം അച്ഛനും അമ്മയ്ക്കും എതിരെ പോട്ടെ 10-25 പവനുണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ അത്രയും സ്വർണം പോകും. പിന്നെ പുള്ളി വാങ്ങിയ വസ്തുവിൽ ഒരു 10-30 സെൻറ്റ് വസ്തുവും വലിയൊരു വീടൊക്കെ ഉണ്ട്. അപ്പോൾ അതെല്ലാം അവരുടെ പേരിലാണ്. അപ്പോൾ പുള്ളി പറയുന്നത് അതൊന്നും ഇനി തിരിച്ച് കിട്ടാനേ പോകുന്നില്ല. കാരണം നമ്മളിപ്പോൾ നാട്ടിൽ ചെന്നിട്ടൊരു കേസൊക്കെ കൊടുത്ത് ഇതൊക്കെ ഒന്ന് ശരിയാകണമെന്നുണ്ടെങ്കിൽ കുറേ നൂലാമാലകളാണ്. മാത്രമല്ല നാട്ടിൽ ചെന്ന് കഴിയുമ്പോൾ ഈ ആധാർ കാർഡ് ഇല്ല, വേറെ ഒരു ഇതേപോലെയുള്ള ഡോക്യുമെൻസുകൾ ഒന്നും തന്നെ ഇല്ല. അപ്പോൾ അങ്ങനെ വന്നു കഴിയുമ്പോൾ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾക്ക് പോകണമെന്നുണ്ടെങ്കിൽ നമ്മൾ ബ്രിട്ടീഷ് സിറ്റിസണായിട്ടുള്ള ഒരാളാണ്. അപ്പോൾ അങ്ങനെ വരുന്നുണ്ട് ഈ നമ്മുടെ OC കാർഡ് കാര്യങ്ങളൊക്കെ കാണിച്ചു കഴിഞ്ഞാൽ ഇതിനൊക്കെ കുറേ നൂലാമാലകളാണ്. അപ്പോൾ ഈ നൂലാമാലകളൊക്കെ തരണം ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് അതുപോലെയുള്ള ഹെൽപ്പ് നാട്ടിലുണ്ടാവണം, ഇല്ലെങ്കിൽ പൊളിറ്റിക്കലി നമുക്ക് നല്ല പിടിപാട് ഉണ്ടാവണം, അതുപോലൊക്കെ നമ്മൾ പൈസ എറിയണം. അപ്പോൾ ഈ കുറേ കാര്യങ്ങൾ നമ്മൾ നാട്ടിൽ നിന്ന് ചിലപ്പോൾ 1 വർഷം 2 വർഷമൊക്കെ നിന്ന് കഴിഞ്ഞാൽ മാത്രമേ ഇത് കേസായിട്ടോ അല്ലെങ്കിൽ ഇതേപോലെയുള്ള കാര്യങ്ങളായിട്ടോ മുന്നോട്ട് പോകാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പം
പുള്ളി പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മളെത്ര അച്ഛനാണ് അല്ലെങ്കിൽ അമ്മയാണ് അല്ലെങ്കിൽ നമ്മളുടെ സിസ്റ്ററാണ് ബ്രദറാണെന്ന് പറഞ്ഞു കഴിഞ്ഞാലും നിങ്ങൾ ഇതേപോലെയുള്ളൊരു കാര്യങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങൾ ഈ UK വന്നിട്ട് സെറ്റിലാകാൻ ആഗ്രഹിക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു കാരണവശാലും നിങ്ങൾ നിങ്ങളുടെ നാട്ടിൽ ഒരു വസ്തു പോലും മേടിക്കരുതെന്നാണ് പുള്ളി ഇപ്പോൾ പറയുന്നത്. നമ്മൾ കുറേ കാലം നമ്മുടെ വീട്ടിൽ നിന്ന് മാറി നിൽക്കുമ്പോൾ ഇപ്പം നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ ഇതേപോലെയുള്ള ഒരാളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 4-6 വർഷം ഗൾഫിൽ ജീവിച്ചിരിക്കണം, അതിനുശേഷം ഇവിടെ വന്നിട്ട് 10-20 വർഷം, ഇപ്പോൾ ഒരു 10-25 വർഷം ജീവിതത്തിൽ നിന്ന് മാറി നിന്ന് അപ്പോഴത്തേക്ക് ഈ വീടുമായിട്ടുള്ള ബന്ധങ്ങൾ എനിക്ക് തോന്നുന്നു മിക്കവാറും എല്ലാം തീരും. കാരണം നമ്മൾ ഈ 1-2 വർഷം കൂടിയിരിക്കുമ്പോൾ നാട്ടിലേക്ക് പോകുന്നു, 10-15 ദിവസം താമസിക്കുന്നു. ചില വീട്ടുകാർക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ മക്കളാണെന്നുണ്ടെങ്കിൽ അവർ കല്യാണം കഴിച്ച് അവർ നല്ലതായിട്ടൊക്കെ ജീവിക്കുന്നത് കാണുമ്പം അവരുടെ മനസ്സിലും ചില പ്രശ്നങ്ങളുണ്ട്. സ്വന്തം വീടാണ്, സ്വന്തം ബ്രദറാണ്, സിസ്റ്ററാണ്, അല്ലെങ്കിൽ അച്ഛനാണ്, അമ്മയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാലും ചില ആൾക്കാരുടെ ചുരുക്കം ചില ആൾക്കാരുടെ ഉള്ളിൽ ഒരു പ്രശ്നമുണ്ടാകുന്ന ഒരു കാര്യം കൂടിയുണ്ട്. കാരണം അവരുദ്ദേശിക്കുന്ന രീതിയിൽ നമ്മുടെ കയ്യിൽ നിന്ന് വലിയ ഒരു തുക അവർ എക്സ്പെക്റ്റ് ചെയ്യും. അപ്പോൾ ആ ഒരു എക്സ്പെക്റ്റേഷൻ നമ്മൾ ഫുൾഫിൽ ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ അവർക്ക് നമ്മളോട് ഒരു ഓപ്പോസിറ്റ് ഒരു ദേഷ്യം ഇല്ലെങ്കിൽ ഒരു കൊതിക്കെറിവ് ഒക്കെ ഉണ്ടാകും. അപ്പോൾ അതൊരു പ്രശ്നത്തിലേക്ക് ക്രമേണ പോകും. അപ്പോൾ ആ ഒരു കേസാണ് ഇവിടെ ഉണ്ടായിരിക്കുന്നത്. സത്യം പറഞ്ഞാൽ നമ്മൾ ഈ കാര്യങ്ങളൊക്കെ ഞെട്ടലോടാണ് കേട്ടത്. കാരണം ഇത്രയും കഷ്ടപ്പെട്ടിട്ട് സ്വന്തം വീട്ടിൽ നിന്ന് അച്ഛൻ്റെയും അമ്മയുടെയും ഒരു മകനായിട്ട് വളർന്നിട്ട് വിദേശ രാജ്യത്ത് പോയി ഇത്രയൊക്കെ പൈസ ഉണ്ടാക്കി അവർക്ക് വേണ്ടി സേവ് ചെയ്ത് വസ്തു മേടിച്ചു കൊടുത്തു, പെങ്ങളുടെ കല്യാണം. കാരണം അച്ഛനും അമ്മയ്ക്കും യാതൊരു ബാധ്യതയും ഉണ്ടാക്കി വെക്കാതെ എല്ലാ കാര്യങ്ങളും മനസ്സോടെ ചെയ്ത് തീർത്ത ഒരു മൂത്ത ജ്യേഷ്ഠൻ എന്ന രീതിയിൽ അദ്ദേഹത്തിന് കിട്ടിയത് അവസാനം എല്ലാവരുടെയിൽ നിന്നും വഴക്കും കേസും പ്രശ്നങ്ങളുമാണ്. കാരണം ഈ പെങ്ങന്മാരാണെന്നുണ്ടെങ്കിലും എതിരാണ് നിൽക്കുന്നത്. ഇപ്പം നമ്മൾ അല്ലെങ്കിൽ നമുക്ക് നാട്ടുകാർ നമ്മുടെ കൂടെ ഉണ്ടാവണം. അപ്പോൾ നമ്മൾ നാട്ടുകാരുണ്ടാവണം എന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യുന്നത് കാര്യം നാട്ടുകാർക്ക് നമ്മൾ നല്ലപോലെ പൈസ കൊടുക്കണം, എങ്കിൽ മാത്രമേ അവർ നമുക്ക് അനുകൂലമായിട്ട് പറയത്തുള്ളൂ. അപ്പോൾ ആ ഒരു സമയത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാട്ടുകാർക്ക് കൊടുക്കാതെ വീട്ടുകാർക്ക് മാത്രം കൊടുത്തു. ഇപ്പോൾ വീട്ടുകാരുണ്ടോ അതുമില്ല, നാട്ടുകാരുണ്ടോ അതുമില്ല. ഇതേപോലെയുള്ളൊരു പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ 2 മാസം 3 മാസം കൂടുമ്പോൾ നാട്ടിൽ ഈ ഒരു കേസ് തീർക്കാനായിട്ട് പോകേണ്ട ഗതികേടുകൾ വരും. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കണമെങ്കിൽ നിങ്ങൾ പൈസ ഉണ്ടാക്കുന്ന സമയത്ത് നിങ്ങൾ സൂക്ഷിച്ചത് ചിലവാക്കുക. നിങ്ങൾക്കിപ്പോൾ നാട്ടിൽ വീടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പേരിൽ തന്നെ എന്തായാലും നിങ്ങൾ നാട്ടിൽ വീട് വാങ്ങുന്നെങ്കിൽ വീട് വാങ്ങുക, വസ്തു വാങ്ങുന്നെങ്കിൽ വസ്തു വാങ്ങുക. ഇനിയിപ്പം 10 വർഷം കഴിഞ്ഞ് നിങ്ങൾക്ക് ഇനി PR കിട്ടി, അല്ലെങ്കിൽ നിങ്ങൾക്ക് സിറ്റിസൺഷിപ്പ് കിട്ടി, നിങ്ങൾ ഇന്ത്യൻ സിറ്റിസൺഷിപ്പ് നിങ്ങൾ സറണ്ടർ ചെയ്തു, UK സിറ്റിസണായി. അപ്പോൾ അതിനുശേഷം നാട്ടിൽ ചെന്ന് കഴിയുമ്പോൾ നിങ്ങൾക്ക് ആധാർ കാർഡ്, ഇപ്പോൾ വന്ന മിക്കവാറുള്ള എല്ലാവർക്കും ആധാർ കാർഡ് കാണും, അതൊരു പ്രൂഫാണ്. പക്ഷെ പഴയ വന്ന ആൾക്കാർക്ക് ആർക്കും ഈ ഒരു ആധാർ കാർഡ് ഇല്ല. അപ്പം അങ്ങനെ വന്ന ആൾക്കാരിൽ ഒരു നല്ല ശതമാനം ഇപ്പോൾ പെട്ട് കിടക്കുകയാണ്. മാത്രമല്ല എനിക്കൊന്നൊരു 10-20 വർഷങ്ങൾക്ക് മുൻപ് വന്നിട്ടുള്ള ഒരു 90% ആൾക്കാർ നാട്ടിൽ ഏക്കർ കണക്കിന് വസ്തു മേടിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ 2 നില 3 നില, കാരണം 75-80 അല്ലെങ്കിൽ 1 കോടി രൂപയുടെ വീടൊക്കെ വെച്ചിട്ടുള്ള ധാരാളം ആൾക്കാരെ നമുക്കറിയാം. അപ്പോൾ അങ്ങനെ അതിനകത്തിൽ ചില ചുരുക്കം ആളുകൾക്ക് ഇതേപോലെയുള്ള പിടിയിൽ പെട്ടിട്ടുണ്ട്. അത് സ്വന്തം വീട്ടുകാരാണ് ഏറ്റവും വലിയ പ്രശ്നമുണ്ടാക്കിയിട്ട് അവർക്ക് എതിരെ നിൽക്കുന്നുള്ളതാണ് ഏറ്റവും പ്രധാന വിഷമം എന്ന് പറയുന്നത്. ഇപ്പോൾ ഒരു നാട്ടുകാർ നമുക്കെതിരെ നിൽക്കുകയാണെങ്കിൽ അതിനൊരു പരിധിയുണ്ട്. പക്ഷെ നമ്മൾ സ്നേഹിച്ച നമ്മുടെ സ്വന്തം പേരൻസ് അല്ലെങ്കിൽ കൂടപ്പിറപ്പുകൾ ഇങ്ങനെ ഒരു വിഷയവുമായിട്ട് വരുമ്പോൾ ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് നമ്മളായിരിക്കും. കാരണം പുള്ളിക്കാരന് വേറെ ആരോടത് പറയാൻ പറ്റത്തില്ല, സ്വന്തം വീട്ടിലെ കാര്യമാണ്, ഭാര്യ വീട്ടുകാരോട് തുറന്ന് പറയാനായിട്ട് പറ്റത്തില്ല, അവിടെയും പ്രശ്നമാണ്. അപ്പോൾ ആ ഒരു വല്ലാത്ത ഒരു ജീവിതമാണ് പുള്ളിക്കാരൻ്റെ ഇപ്പോഴേ. ഇപ്പോൾ പുള്ളിക്കാരൻ പറഞ്ഞേ അതൊക്കെ ഞാൻ എല്ലാം വേണ്ടാന്ന് വെച്ചു. കാരണം എൻ്റെ അച്ഛനാണ് അമ്മയാണ്, അവർ താമസിച്ചോട്ടെ, ഇനി അവർ താമസിച്ച് അവർ മരിക്കുന്ന സമയത്ത് സിസ്റ്ററിന് കൊടുക്കുമോ ബ്രദറിന് കൊടുക്കുമോ ആർക്കെങ്കിലും കൊടുത്തോട്ടെ. ഈ ഡോക്യുമെൻറ്റ്സുകളൊന്നും ഇല്ലാത്തത് ഒരു പരിധി വരെ പ്രശ്നമാകുമെന്നാണ് അദ്ദേഹം പറയുന്നത്. എനിക്കതിനെക്കുറിച്ച് അറിയില്ല, നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയുമെന്നുണ്ടെങ്കിൽ പറയുക. കാരണം ഈ ആധാർ കാർഡ് കാര്യങ്ങളൊന്നും ഇല്ലയെന്നുണ്ടെങ്കിൽ ഉണ്ടായിരുന്ന വസ്തു തിരിച്ചു വയ്ക്കുമ്പോൾ എന്തൊക്കെയാണ് നമുക്ക് കൊടുക്കേണ്ടത്. ഇപ്പം നമ്മൾ നാട്ടിൽ നിന്നൊക്കെ വർഷങ്ങളായിട്ട് വിദേശ രാജ്യങ്ങളിൽ താമസിക്കുന്ന ആൾക്കാരെ സംബന്ധിച്ചോളം ഇതിനെക്കുറിച്ചൊന്നും നമ്മൾ ചിലപ്പോൾ ചിന്തിക്കത്തില്ല. അപ്പോൾ എന്തൊക്കെയാണ് ഇതിനകത്ത് ഇടാകൂടങ്ങൾ വരുന്നതിനെക്കുറിച്ച് ആർക്ക് വരത്തില്ല. അറിയാവുന്നതോ നമ്മുടെ വീഡിയോ കാണുന്ന ആൾക്കാർ നാട്ടിൽ ഇതേപോലൊക്കെ സോളിസിറ്റേഴ്സോ അങ്ങനെയൊക്കെയുള്ള ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ എന്തൊക്കെ ഡോക്യുമെൻസുകളാണ് ഇനിയിപ്പോൾ ഒരു നമ്മുടെ സ്വന്തമായിട്ടുള്ളൊരു വീട് തിരിച്ചു വയ്ക്കുമ്പോൾ അല്ലെങ്കിൽ വസ്തു തിരിച്ചു വയ്ക്കുമ്പോൾ വേണ്ടുന്നതൊക്കെ നിങ്ങളൊന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ലതായിരിക്കും. കാരണം ഇതേപോലെ അബദ്ധം വരുള്ള
ഒത്തിരി ആൾക്കാർ കാണുമെന്നാണ് എനിക്ക് തോന്നുന്നത്. സ്വന്തം പേരൻസൊക്കെ പറഞ്ഞാൽ പലരുടെയും മരിച്ചു പോയിട്ടുണ്ട്. അപ്പോൾ അതിനുശേഷം ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നുകിൽ ബന്ധുക്കൾ അല്ലെങ്കിൽ ബ്രദേഴ്സ് സിസ്റ്റേഴ്സ്, ചിലപ്പോൾ അവരും ഗൾഫിലും അവിടെ ഇവിടെയൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഈ വസ്തുവൊക്കെ ചിലപ്പോൾ നാട്ടുകാരൊക്കെ ആയിരിക്കും നോക്കുക. അപ്പോൾ നമ്മൾ ഒരിക്കൽ അത് തിരിച്ച് വിൽക്കാനായിട്ട് നമ്മൾ പ്ലാൻ ചെയ്തിട്ട് നാട്ടിൽ ചെന്ന് നമുക്ക് ഇതേ ഡോക്യുമെൻറ്റ്സുകളൊന്നുമില്ലെന്നുണ്ടെങ്കിൽ വിൽക്കാനും സാധിക്കത്തില്ല. അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടതെന്ന് കൂടി അറിയാവുന്നവരൊന്ന് കമൻറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പല ആൾക്കാർക്കും അത് ഉപകാരപ്പെടും. അപ്പോൾ ഞാനും പറഞ്ഞത് നിങ്ങൾ ആ ഒരു 10 സെൻറ്റല്ല ഉള്ള ഒരു ചെറിയ വീടുമല്ല, അത് അങ്ങനെ തന്നെ നിൽക്കട്ടെ. കാരണം നിങ്ങൾക്ക് എന്തെങ്കിലും പോകുമ്പോൾ അവിടെ പോയി നിന്നിട്ട് നിങ്ങൾ മെയിൻ്റെനൻസ് ചെയ്താൽ മാത്രം മതിയല്ലോ വീടിൻ്റെ. പറയുന്നത് എനിക്ക് ആ ഒരു സ്ഥലത്ത് എനിക്ക് വീടും വേണ്ട, വസ്തുവും വേണ്ട, ഞാനത് മൊത്തം കിട്ടുന്ന വിലയ്ക്ക് ഞാൻ വിറ്റിട്ട് ഞാൻ തിരുവനന്തപുരത്തോ അല്ലെങ്കിൽ കൊച്ചിയിലോ പോയിട്ട് ഒരു ഫ്ലാറ്റ് വാങ്ങും. ആ ഫ്ലാറ്റ് അവിടെ കിടന്നോട്ടെ, ഞാൻ വാടകയ്ക്ക് കൊടുക്കും. എന്നിട്ട് ഞാൻ 2-3 വർഷം കഴിയുമ്പോൾ ഒരു 10 ദിവസത്തെ അവധിക്ക് ഫാമിലി, ഇപ്പം കുട്ടികളൊക്കെ വളർത്തിട്ടുണ്ട്, അവർ വന്നില്ലെങ്കിൽ പോലും ഞങ്ങൾ രണ്ടുപേരും കൂടെ അവിടെ പോയി ഒരു 10 ദിവസം താമസിച്ചിട്ട് തിരിച്ചു വരും. അങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ പ്ലാന് എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഞാൻ ഈ ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയൊക്കെ അബദ്ധം ഇനിയെങ്കിലും ആർക്കും പറ്റാതിരിക്കട്ടെ എന്ന് പറയാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഈ കാര്യം നിങ്ങളോട് പറയുന്നത്. നമ്മൾ മറ്റൊരു വീഡിയോയിൽ കാണുന്നതൊക്കെ എല്ലാവർക്കും വേണ്ടി നന്ദി, നമസ്കാരം.